മോദിയും കൂട്ടരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പോരാ, അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ആയിരിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്ന വളരെയേറെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഏറ്റവും വലിയ അന്ധഭക്തർ തന്നെ കൂട്ടമായാണ് സംഘികളെ ഉപേക്ഷിച്ച് വിവേകമുള്ളവർ ആയിത്തീരുന്നത്. മന്ദഭക്തർ തന്നെ മോദിയെ ഉപേക്ഷിക്കുന്ന നില വന്നാൽ പിന്നെ കാര്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. ഇന്ത്യയിലെ തന്നെ മന്ദഭക്തരിൽ ഏറ്റവും പേരുകേട്ട ഒരാളായിരുന്നു അമേരിക്ക ക്യാ കഹത്താദ എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്ന വൈറലായ ഒരു മന്ദഭക്തൻ. അവൻ പോലും ഇപ്പോൾ പരിപൂർണമായി മോദിയെ ഉപേക്ഷിച്ച് തലയ്ക്ക് വെളിവുള്ളവനായി തീർന്നിരിക്കുകയാണ്. ഇയാൾ ആരെന്നും ഇവന്റെ മനമാറ്റം എങ്ങനെയാണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിവേകമുള്ള ജനങ്ങളെല്ലാം പരിപൂർണമായി മോദിയുടെ പൊള്ളത്തരം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അതൊരു പുതിയ കാര്യമല്ല. എന്നാൽ മോദിയുടെ ഏറ്റവും വലിയ അന്ധഭക്തരിൽ പോലും വലിയ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ വലിയ ചേഞ്ച് ദേശീയ മീഡിയകൾ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2022 ഒരു വീഡിയോ ആണ് ഇത്. ഇതിൽ അന്ന് യാതൊരു വിവേകവുമില്ലാത്ത ഫേക്ക് ന്യൂസുകൾ കൊണ്ട് ചിന്താശേഷി പരിപൂർണമായി നഷ്ടപ്പെട്ട ഒരുത്തൻ പറയുന്ന വാക്കുകൾ കേട്ടുകൊള്ളൂ. अमेरिका क्या कहता था? क्या हो तुम? आज हम कहते तू क्या है बे? हमें 2014 से पहले हमारी फौज इंतजार करती थी। अरे सर मर रहे हैं और ऑर्डर दे दो हमें, मर रहे हम क्या करें? मरते रहो यार, सामने वाले हमारे लिए इम्पोर्टेंट है। आज तुम्हें जो करना कर लो भाई, बाकी मैं संभाल लूंगा। ये है मोदी, ये है मोदी। और फिर क्या तो मोदी क्यों चाहिए? अरे हमें चाहिए मोदी। तुम ये कह रहे हो महंगाई भाई, 15,000 का आटा होगा ना, हम तो भी ले लेंगे। 2,000 का आटा होगा हम तब भी ले लेंगे। मोदी चाहिए। അമേരിക്ക എന്താണ് പറഞ്ഞിരുന്നത്? നീ ആരാടാ? ഇന്ന് നമ്മൾ അമേരിക്കയോട് ചോദിക്കുന്നു, നീ ആരാടാ എന്ന്. 2014 മുൻപ് നമ്മൾ അമേരിക്കയിൽ നിന്ന് അനുമതി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. സാറേ, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഉത്തരവ് നൽകൂ, ഞങ്ങൾ മരിച്ചു വീഴുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അന്ന് അമേരിക്ക പറഞ്ഞത്, നിങ്ങൾ മരിച്ചു വീണുകൊള്ളൂ, ഞങ്ങൾക്ക് അയൽപക്കത്തുള്ളവരാണ് ഇമ്പോർട്ടന്റ്. 2014 മുൻപ് ഇങ്ങനെ ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇന്ന് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെങ്കിൽ ചെയ്തുകൊള്ളൂ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതാണ് മോദി, ഇതാണ് മോദി. പിന്നെ പറയുകയാണ്, മോദിയെ ആർക്ക് വേണമെന്ന്? മോദിയെ ഞങ്ങൾക്ക് വേണമെന്ന്. നിങ്ങൾ പറയുന്നു വിലക്കയറ്റമുണ്ടെന്ന്. ആട്ടയ്ക്ക് 15,000 രൂപയായാലും ഞങ്ങൾ മോദിക്ക് തന്നെ വോട്ട് ചെയ്യും. എന്ത് സംഭവിച്ചാലും, എത്ര വിലക്കയറ്റമുണ്ടായാലും മോദി തന്നെ വേണമെന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ആട്ടയ്ക്ക് 15,000 രൂപയായാലും ഞങ്ങൾ അത് വാങ്ങും, ഞങ്ങൾക്ക് മോദിയെയാണ് വേണ്ടത് എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട് ചുറ്റും നിൽക്കുന്നവർ സബാഷ് ബേട്ട എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. അവന്റെ സംസാര രീതി കണ്ടോ? അസൽ ഭ്രാന്ത് പിടിച്ച മന്ദഭക്തനാണ് അവൻ. അലറുകയാണ്. ഇത്തരത്തിൽ ഒരുത്തന് മനംമാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു പരിപൂർണമായി ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരുത്തന് ചിന്തിക്കാനുള്ള ബോധം തിരിച്ചു ലഭിച്ചാൽ, അവൻ വിവരമുള്ളവനായാൽ സംഘികളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ഇവന് മനംമാറ്റമുണ്ടായിട്ട്, ഇവന് ബോധം വന്നിട്ട്, ഇവന് ചിന്താശേഷി വന്നിട്ട് ഏതാണ്ട് 6 മാസത്തോളമായി. കഴിഞ്ഞ 3-4 മാസമായി ഇവൻ ദിനംപ്രതി സോഷ്യൽ മീഡിയയിലൂടെ മോദിയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ എത്ര ദയനീയ സ്ഥിതിയിലാണ് സംഘിക്കൂട്ടം എന്ന് ഓർത്തുകൊള്ളൂ. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ദേശീയ മീഡിയകൾ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടോ? हमारे देश में मुस्लिम आवाज उठाए तो पाकिस्तानी, और हिंदू उठाए तो कांग्रेसी, सिख उठाए तो खालिस्तानी, और क्रिश्चियन उठाए तो मिशनरी, आदिवासी उठाए तो नक्सली, और दलित उठाए तो भीमटा। कंटेंट क्रिएटर आवाज उठाए तो देशद्रोही बना देते हैं। और यही नहीं, अगर हम पॉलिटिकल पार्टीज की हाँ में हाँ मिलाएं तो हमसे बड़ा देशभक्त कोई नहीं. നമ്മുടെ രാജ്യത്ത് മുസ്ലിം ശബ്ദമുയർത്തിയാൽ പാകിസ്ഥാനി എന്ന് വിളിക്കും, ഹിന്ദു ശബ്ദമുയർത്തിയാൽ കോൺഗ്രസുകാരൻ എന്ന് വിളിക്കും, സിഖുകാരൻ ശബ്ദമുയർത്തിയാൽ ഖാലിസ്ഥാനി എന്ന് വിളിക്കും, ക്രിസ്ത്യൻ ശബ്ദമുയർത്തിയാൽ മിഷണറി എന്ന് വിളിക്കും, ആദിവാസി ശബ്ദമുയർത്തിയാൽ അവനെ നക്സലാക്കും, ദളിതൻ ശബ്ദമുയർത്തിയാൽ ഭീംഡ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ശബ്ദമുയർത്തിയാൽ അവനെ രാജ്യദ്രോഹിയാക്കും.
എന്നാൽ BJPയുമായി കൂട്ടുചേർന്നാൽ നമ്മളെക്കാളും വലിയ ദേശഭക്തർ ഇല്ല എന്ന് പറയും. കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയുമായുള്ള വ്യത്യാസം നോക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറോട് അവൻ സംസാരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവൻ സ്വയം രാജ്യത്തെ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ടാക്കി സ്വയം വരികയാണ് ചെയ്തിരിക്കുന്നത്. ദേശീയ മീഡിയയായ ന്യൂസ് 24 അവന് വന്ന ഈ മാറ്റം വ്യക്തമായി നോട്ട് ചെയ്തു. അവർ റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. ഈ ചെറുക്കനെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട്, വൈറൽ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട്, അവന്റെ പഴയ വീഡിയോയിൽ നീ ആരടാ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇടതുഭാഗത്തും അവന്റെ പുതിയ വീഡിയോ വലതുഭാഗത്തും പങ്കുവച്ചുകൊണ്ടാണ് അവർ ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അവർ ഈ ട്വീറ്റിൽ പങ്കുവച്ചിരിക്കുന്ന പഴയ വീഡിയോ അമേരിക്ക എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള വീഡിയോ ആണ്. അവർ വലതുവശത്ത് പങ്കുവച്ച അവന്റെ പുതിയ വീഡിയോ ഇതാണ്. पॉल्यूशन बढ़ता जा रहा है, महंगाई बढ़ती जा रही है, करप्शन बढ़ता जा रहा है, दिल्ली का AQI बढ़ता जा रहा है, डॉलर की वैल्यू बढ़ती जा रही है, क्राइम बढ़ता जा रहा है, पार्लियामेंट में मोस्टली क्रिमिनल्स भरे हुए हैं, रेपिस्ट बाहर घूम रहे हैं, मीडिया सिर्फ एक पार्टी की चमचागिरी करने में लगी हुई है, हमारे इंडिया का पासपोर्ट रैंक भी गिरता जा रहा है. कांग्रेचुलेशंस, सब कुछ बढ़ता ही जा रहा है. फाइनली अब हम विश्व गुरु बन चुके हैं. അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുന്നു, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓർക്കണം, പഴയ വീഡിയോയിൽ അവൻ പറഞ്ഞത് ആട്ടയ്ക്ക് 15,000 രൂപയായാലും അത് കൊടുത്ത് ഞങ്ങൾ വാങ്ങും, ഞങ്ങൾക്ക് മോദിയെ മതി എന്നാണ്. എന്നാൽ ഇതിൽ പറയുന്നു വിലക്കയറ്റം ദിനം പ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. അഴിമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലെ AQI കൂടിക്കൊണ്ടേയിരിക്കുന്നു. രൂപയ്ക്കെതിരെ ഡോളറിന്റെ മൂല്യം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പാർലമെന്റ് ഏതാണ്ട് മുഴുവനും ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബലാത്സംഗികൾ യാതൊരു മടിയുമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നു. മീഡിയ ഒരു പാർട്ടിയുടെ പാദസേവ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ഇവൻ പറയുകയാണ് ഇന്ത്യയിലെ മീഡിയകൾ ഒരു പാർട്ടിയുടെ, അതായത് BJPയുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. എന്ത് സംഭവിച്ചാലും മോദി വേണമെന്ന് മുൻപ് പറഞ്ഞവനാണ്. 6 മാസങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ പറഞ്ഞിരുന്നവനാണ് ഇവൻ എന്ന് ഓർക്കണം. നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്കിങ് കുത്തനെ താഴേക്ക് പോവുകയാണ്. അഭിനന്ദനങ്ങൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വിശ്വഗുരു ആയിരിക്കുകയാണ്. ഓർക്കണം, അവൻ പൂവിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന വിശ്വഗുരു നോൺ ബയോളജിക്കൽ മോദിയെ കടിച്ചു കീറുകയാണ്, യാതൊരു മയവുമില്ലാതെ. ഇത്ര വലിയ മന്ദഭക്തന് അല്പം പോലും ചിന്താശേഷി ഇല്ലാതിരുന്ന, ചിന്തിക്കാൻ തയ്യാറാവാതിരുന്ന, ശരിയും തെറ്റും തിരിച്ചറിയാൻ താല്പര്യമില്ലാതിരുന്ന ഇവന് പോലും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇത്ര വലിയ ചേഞ്ച് ഉണ്ടാവാമെങ്കിൽ എന്തും സാധ്യമാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇവൻ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവനായിരുന്നു ദിനംപ്രതി വാട്സാപ്പിലൂടെ വന്നുകൊണ്ടിരുന്ന ഫേക്ക് വീഡിയോകളിലൂടെയും മറ്റും. എന്നാൽ എന്തോ കാരണത്താൽ അവൻ ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് അവന് ചേഞ്ച് വന്നത്. എന്നാൽ മന്ദഭക്തരിൽ വലിയൊരു ശതമാനം അങ്ങനെയല്ല. അവർക്ക് ചിന്താശേഷി തിരിച്ചു കിട്ടാൻ ചിന്തിക്കാൻ ആവശ്യമായ തലച്ചോർ എന്നുള്ള സാധനമില്ല. അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ യാതൊരു താല്പര്യവുമില്ല, സത്യം അറിയാൻ യാതൊരു താല്പര്യവുമില്ല. മറ്റുള്ള മതങ്ങളോടുള്ള അടങ്ങാത്ത ഉദ്വേഷം മാത്രമാണ് അവരിൽ നിറഞ്ഞിരിക്കുന്നത്. മതവിദ്വേഷമില്ലാത്ത, മതഭ്രാന്തില്ലാത്ത, എന്നാൽ മോദി ഏതാണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ വിവേകികൾ ആയി മാറാൻ സാധിക്കുകയുള്ളൂ. സങ്കടകരമായ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ മന്ദഭക്തരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയുള്ളവർ അല്ല എന്നുള്ളതാണ്. ഇവൻ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ടിരുന്ന വളരെയേറെ ആളുകളാണ് ഇതുപോലെ വിവേകം വന്ന് നല്ലവരായി തീർന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് തലച്ചോറിന്റെ കണിക പോലുമില്ലാത്ത, മതവിദ്വേഷം മാത്രം കൈമുതലായുള്ള ഏതാനും കൊടിയ വിഷയങ്ങൾ മാത്രമാണ് ഇനിയും മോദിയെ പിന്തുണയ്ക്കുന്നവർ ആയിട്ടുള്ളത് എന്നാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?